നമസ്കാരം. മലയാളികളുടെ സൂപ്പർ സ്റ്റാർ മോഹൻലാൽ അഭിനയ വേദികൾ കീഴടക്കി മലയാളികളുടെ സ്വന്തം സൂപ്പർ സ്റ്റാറായ നടനാണ്. മലയാളികളുടെ ലാലേട്ടനാണ്. എന്നാൽ മോഹൻലാലിൻ്റെ മക്കൾ രണ്ടുപേരും, ഒരാൾ സിനിമയിലുണ്ടെങ്കിലും, അതായത് പ്രണവ് മോഹൻലാൽ സിനിമയിലുണ്ടെങ്കിലും അത്തരത്തിൽ അറിയപ്പെടാനല്ല പ്രണവ് മോഹൻലാലിൻ്റെ ആഗ്രഹം. ഒരു യാത്രികനായി അറിയപ്പെടുക എന്നത് തന്നെയാണ് പ്രണവ് മോഹൻലാൽ ഉദ്ദേശിക്കുന്നത്. അതും ആരും അറിയാത്ത ഇടങ്ങളിലേക്ക് യാത്ര പോവുക, അതിനെക്കുറിച്ചുള്ള നോട്ടുകൾ തയ്യാറാക്കുക, അവിടെയുള്ള പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ കാണുക, പുതിയ ആഹാര രീതികൾ പരീക്ഷിക്കുക. ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങളിൽ വ്യത്യസ്തനാണ് പ്രണവ് മോഹൻലാൽ. അത് ഏറ്റവും ചെലവ് കുറഞ്ഞ രീതിയിലുള്ള യാത്രകളാണ് പ്രണവ് മോഹൻലാൽ ഇഷ്ടപ്പെടുന്നത്. അത് പുറത്താരും അറിയരുത് എന്ന് ആഗ്രഹവുമുണ്ട് പ്രണവിന്. എന്നാൽ അദ്ദേഹത്തിൻ്റെ സഹോദരി വിസ്മയയും ഇക്കാര്യത്തിൽ ഒട്ടും മോശമല്ല എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് കഴിഞ്ഞ ദിവസം ബാങ്കോക്കിലേക്ക് ഒരു യാത്ര പോയതിൻ്റെ ദൃശ്യങ്ങളൊക്കെ പകർത്തിക്കൊണ്ട് വിസ്മയ ഒരു വീഡിയോയും അതുപോലെ തന്നെ ഒരു ലൈവും ഒക്കെ ചെയ്തിരുന്നു. അത് കണ്ടപ്പോഴാണ് പ്രേക്ഷകർ അമ്പരന്നത്. അതായത് പ്രണവ് മോഹൻലാലിൻ്റെ അതേ രോഗം തന്നെയാണല്ലോ വിസ്മയ്ക്കും വന്നിരിക്കുന്നത് എന്നായിരുന്നു പ്രേക്ഷകർ വിലയിരുത്തിയത്. പ്രണവ് മോഹൻലാൽ പലപ്പോഴെങ്കിലും വീട്ടിൽ ബന്ധുക്കളുടെ ചില ചടങ്ങുകളിൽ പങ്കെടുക്കാറുണ്ട്. എന്നാൽ അതിലൊന്നും പ്രത്യക്ഷപ്പെടാത്ത ആൾ തന്നെയാണ് വിസ്മയ. മോഹൻലാൽ കഴിഞ്ഞ ഇടയ്ക്ക് മോഹൻലാലിൻ്റെ അമ്മയുടെ ജന്മദിനാഘോഷത്തിൽ പ്രണവ് മോഹൻലാൽ എത്തിയിരുന്നു. പക്ഷേ അവിടെയും വിസ്മയ എത്തിയിരുന്നില്ല. അപ്പോഴും വിസ്മയ യാത്രയിലായിരുന്നു എന്ന് തന്നെയാണ് പറയുന്നത്. അതായത് ബാങ്കോക്കിലും തായ്ലാൻഡിലുമൊക്കെ കറങ്ങിയടിച്ച് നടക്കുകയായിരുന്നു വിസ്മയ എന്നും പറയുന്നു. വിസ്മയയ്ക്ക് പ്രണവിനില്ലാത്ത മറ്റൊരു അസുഖം കൂടിയുണ്ടത്രേ. അതായത് എഴുത്തിൽ വലിയ തൽപരയാണ്. എഴുത്തിൻ്റെ രീതികളിലേക്ക് കടക്കുക, നല്ല ഒരു കവയത്രിയാവുക എന്നൊക്കെയാണ് തൻ്റെ ലക്ഷ്യമെന്ന് വിസ്മയ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. നേരത്തെ തന്നെ ഗ്രെയിൻസ് ഓഫ് സ്റ്റാർഡസ്റ്റ് എന്ന പേരിൽ ഒരു കവിതാ സമാഹാരം വിസ്മയ ചെയ്തിരുന്നു. ഇപ്പോൾ പ്രണവ് മോഹൻലാലിനും അത്തരത്തിലുള്ള ചില സാഹിത്യതരമായ ചില താല്പര്യങ്ങൾ കടന്നുകൂടിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതായത് യാത്രാ വിവരണങ്ങൾ, താൻ പോയ സ്ഥലങ്ങളെക്കുറിച്ചുള്ള ഒരു കുറിപ്പ് ഒരു യാത്രാ വിവരണ പുസ്തകമായിട്ട് ഇറക്കുക എന്നൊരു ഉദ്ദേശം പ്രണവ് മോഹൻലാലിനുണ്ട്. അത്തരത്തിലൊരു പുസ്തകത്തിൻ്റെ പണിപ്പുരയിലാണ് ഇപ്പോൾ പ്രണവ് മോഹൻലാൽ. എന്തായാലും മോഹൻലാലിൻ്റെ വഴിയിൽ നിന്നും വേറിട്ട് മക്കൾ യാത്രയിലും അതുപോലെ തന്നെ നാട് കാണുക എന്ന രീതിയിലും സാഹിത്യ മേഖലയിലേക്ക് കടക്കുക എന്നൊക്കെയുള്ള വ്യത്യസ്തമായ അഭിരുചികളിലാണ് അഭിരമിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം.